നമസ്കാരം. ആറ്റിങ്ങലിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജാവേദിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഇന്നലെ ഉണ്ടായി. മാധ്യമപ്രവർത്തകർ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാളെ എന്തിന് സസ്പെൻഡ് ചെയ്യാതിരിക്കണം, നിങ്ങൾക്കറിയാമോ അയാൾ ചെയ്ത കുറ്റകൃത്യം എന്ന് പറഞ്ഞ് മറ്റൊരു സംഭവത്തെക്കുറിച്ചായിരുന്നു അന്ന് വി ഡി സതീശൻ വിശദീകരിച്ചത്. എന്നാൽ വി ഡി സതീശൻ രണ്ടാം പിണറായിയായി മാറുന്നു എന്ന വിമർശനം അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. അതേ വികാരം തന്നെയായിരുന്നു എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചത്. സതീശൻ ആരാധകർ കൂട്ടത്തോടുകൂടി ആ വീഡിയോയ്ക്കടിയിൽ വന്ന് ചീത്ത വിളിച്ചെങ്കിലും നിലപാട് തിരുത്തേണ്ടതില്ല. പിണറായിയെ നമ്മൾ ആട്ടിയോടിക്കാൻ പ്രധാന കാരണം അദ്ദേഹത്തിന് ജനാധിപത്യത്തോടും ഫ്രീ സ്പീച്ചിനോടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അത്തരം ലക്ഷണങ്ങൾ പുതിയ ഭരണാധികാരിയിൽ കണ്ടാലുടൻ തന്നെ അത് മുളയിലെ നുള്ളാൻ വേണ്ട വിമർശനം വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് വി ഡി സതീശനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലാതെ വി ഡി സതീശൻ വിമർശിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല. സതീശൻ അല്പം കൂടി സമയം കൊടുക്കൂ എന്ന് പലരും പറഞ്ഞു കേട്ടു. സമയം കൊടുക്കേണ്ടത് അദ്ദേഹം വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ്, ധൃതി വയ്ക്കാൻ പാടില്ല. എന്നാൽ ഫ്രീ സ്പീച്ച് പോലെയുള്ള ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ അനാവശ്യമായി ഇടപെടൽ നടത്തിയാൽ അതിനുവേണ്ടി സമയം കൊടുക്കേണ്ടതില്ല. അത് വ്യക്തിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അതിശയകരമെന്ന് പറയട്ടെ, വിവാദമുണ്ടായതിന് പിറ്റേ ദിവസം മുഖ്യമന്ത്രി അത് തിരുത്താൻ തയ്യാറായി. മറുനാടൻ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന വിമർശനവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന പ്രതിഷേധവും മാത്രമല്ല, CPM അതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്ത് സമരവും നിയമ നടപടികളും ആരംഭിക്കാൻ തീരുമാനിച്ചതും കൂടി കണക്കിലെടുത്താവാം സതീശൻ തിരുത്താൻ തീരുമാനിച്ചത്. ഇത്തരമൊരു തിരുത്തലിന് തയ്യാറായ സതീശനെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആദരവോടുകൂടി തന്നെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്. തിരുത്താനുള്ള സതീശൻ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനിടയിൽ നിരവധി സഖാക്കൾ വന്ന് ചോദിച്ചു, വി ഡി സതീശൻ തിരുത്തുമ്പോൾ അഭിനന്ദനം, പിണറായി തിരുത്തുമ്പോൾ കീഴടങ്ങലും യു-ടേണും, അതെന്ത് തരം ജനാധിപത്യ ബോധമാണ് എന്ന് ചോദിച്ചു. ആ സഖാക്കൾക്കുള്ള മറുപടി മാത്രമല്ല, വി ഡി സതീശന് പറ്റിയതെന്തേ എന്നതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുമാണ് ഈ വീഡിയോ. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ തിരിച്ചറിയുക, ഏതെങ്കിലും ഒരു തെറ്റു പറ്റി എന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ ഇന്നേ വരെ ഒന്നും തിരുത്തിയിട്ടില്ല. തനിക്ക് തെറ്റു പറ്റില്ല എന്ന ഉറച്ച വിശ്വാസമാണ് പിണറായിയുടെ സ്വഭാവ സവിശേഷത. അതുകൊണ്ടാണ് മോഹൻലാലിന്റെ അഭിമുഖത്തിൽ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 6 പതിറ്റാണ്ടിലധികം നീണ്ട പൊതുജീവിതത്തിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല, ഒരു മുതലാളിയുടെ മകനായ തൻ്റെ സുഹൃത്തിനെ മദ്യപാനത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ നശിച്ചുപോയി എന്നത് മാത്രമാണ് ഖേദമെന്ന് പിണറായി പറഞ്ഞത്. പിണറായിക്ക് കുറ്റബോധമില്ല, തെറ്റ് ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്നു, ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. പിണറായി തെറ്റ് തിരുത്താറില്ല. കെയറയിൽ പദ്ധതിയുടെ പേരിലുള്ള മഞ്ഞക്കുറ്റിയുടെ കാര്യം മാത്രം എടുക്കുക. ജനവികാരം ശക്തമായി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി നിഷേധിക്കപ്പെട്ടു, അത് നടപ്പിലാവില്ല എന്നുറപ്പായി. പക്ഷേ എന്നിട്ടും ആ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യാൻ മടിയായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്താൽ കീഴടങ്ങലായി, താൻ തെറ്റുകാരനായി സമ്മതിച്ചതായി തോന്നലുണ്ടാവും എന്ന ഈഗോ മൂലം അതിന് തയ്യാറായില്ല. അതിന് കൊടുക്കേണ്ടി വന്ന വില എത്ര ശക്തമായിരുന്നു. പുതിയ സർക്കാർ ചുമതലയേറ്റ ആദ്യത്തെ ദിവസം തന്നെ ആ നോട്ടിഫിക്കേഷൻ റദ്ദായി. ഒരിക്കലും നടക്കില്ല എന്ന പദ്ധതിയുടെ പേരിൽ ആയിരക്കണക്കിന് മനുഷ്യരെ വഴിയാധാരമാക്കി അവരുടെ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യാൻ പോലും പിണറായി ഒരുക്കമായിരുന്നില്ല. ഇനി ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ കാര്യം എടുക്കുക. ആശാവർക്കർമാർക്ക് കൂടുതൽ ശമ്പളം വേണ്ട എന്നതായിരുന്നു പിണറായിയുടെ നിലപാട്. അതുകൊണ്ട് പിണറായി ചർച്ചയ്ക്ക് പോലും വഴങ്ങിയില്ല. അവരോട് ചർച്ച ചെയ്തിരുന്നെങ്കിൽ അവർ ചർച്ചയ്ക്ക് വഴങ്ങി ഒത്തുതീർപ്പിനെത്തുമായിരുന്നു. പക്ഷെ പിണറായി അവരെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൂട്ടിയത് കേവലം 3000 രൂപയാണ്. പക്ഷെ എന്നിട്ടും അവർ ലഡു കൊടുത്ത് സമരം അവസാനിപ്പിച്ചു. ഇത്തരത്തിൽ ജനവിരുദ്ധ നിലപാട് എന്ന് വ്യക്തമായി ബോധ്യമായാലും പിണറായി തിരുത്തില്ല. തിരുത്തുന്ന സ്വഭാവം പിണറായിക്കില്ല. ആകപ്പാടെ പിൻവലിഞ്ഞ 1-2 സംഭവം നോക്കുക. ഒന്ന്, ശബരിമല വിഷയത്തിലെ നിലപാട് തിരുത്തലാണ്. ശബരിമലയിൽ ജനവികാരം ഉയർന്നപ്പോൾ, വിശ്വാസികൾ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയപ്പോൾ തിരുത്താൻ പിണറായി തയ്യാറായിരുന്നില്ല. പകരം ബദൽ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. വനിതാ മതിൽ കെട്ടി തിരിച്ചടിക്കാൻ നോക്കി. തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയപ്പോൾ പാർട്ടി പറഞ്ഞു തിരുത്താൻ. മനസ്സോടെ തിരുത്തി. മാത്രമല്ല, പിണറായിക്കുണ്ടായ രോഗവും മറ്റ് ബുദ്ധിമുട്ടുകളുമൊക്കെ അയ്യപ്പ കോപമാണെന്ന് ഏതോ ജോത്സ്യൻ പിണറായിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നിവൃത്തിയില്ലാതെ തിരുത്തി. അതിനെയാണ് യു-ടേൺ എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ ശബരിമല അയ്യപ്പനെതിരെ സത്യവാങ്മൂലം കൊടുത്ത് കേസ് തോൽപ്പിച്ച് പിണറായി നിവൃത്തിയില്ലാതെ തിരിച്ച് സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ യു-ടേൺ എന്നും മലക്കം മറിച്ചില്ലെന്നും ഒക്കെ പറയേണ്ടി വരും. എന്നാൽ അങ്ങനെയല്ല വി ഡി സതീശൻ ചെയ്തത്. തൻ്റെ കീഴിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഒരു തെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഗൗരവം ആദ്യം സതീശന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ സതീശന്റെ ശ്രദ്ധയിൽ പോലും അത് പെട്ടിട്ടുണ്ടാവില്ല. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഈ സംഭവം അറിയാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ
KSRTC ഡ്രൈവറുമായി ബന്ധപ്പെട്ട മറുപടി പറഞ്ഞത്. പിന്നീട് വിമർശനം ഉയർന്നപ്പോൾ സതീശന് മനസ്സിലായി രണ്ടും രണ്ട് സംഭവങ്ങളാണെന്ന്. വിശദമായി പരിശോധിക്കുന്നു. സതീശൻ തെറ്റുതിരുത്താൻ തയ്യാറാവുന്നു. വിദ്യാഭ്യാസ വകുപ്പിനോട് ആ അധ്യാപകനെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടുന്നു. ഇതിനെ എങ്ങനെ അഭിനന്ദിക്കാതിരിക്കും? പിണറായി ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അനേകം പേരെ പിണറായി ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു സസ്പെൻഷനും പിൻവലിച്ചിട്ടില്ല. ഇവിടെ ഒരുപക്ഷെ സതീശൻ അറിഞ്ഞു കാണില്ല ഈ സസ്പെൻഷൻ. അതുകൊണ്ടാവാം KSRTC ഡ്രൈവറുടെ വിഷയം എന്ന നിലയിൽ തെറ്റിദ്ധരിച്ചത്. കാര്യം മനസ്സിലായപ്പോൾ ഈഗോയെ മാറ്റിവെച്ച് VD സതീശൻ ആ തെറ്റിതിരുത്താൻ തയ്യാറായി. എങ്ങനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയും? പക്ഷെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു കാര്യം മനസ്സിലാക്കിയേ മതിയാവൂ. എല്ലാം എനിക്കറിയാം എന്ന നിലപാട് തിരുത്തണം. ആരെന്ത് ചോദിച്ചാലും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിട്ട് വേണം മറുപടി പറയാൻ. ഇവിടെ സതീശൻ അതും ഇതും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിച്ച് മറുപടി പറഞ്ഞതുകൊണ്ടുണ്ടായ അബദ്ധമാണ്. അതിന് സതീശൻ കൊടുക്കേണ്ടി വന്നത് ചെറിയ വിലയല്ല. ആ തെറ്റുതിരുത്തൽ വഴി ആ പ്രതിസന്ധിയെ മറികടന്നെങ്കിലും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. ഈ ഹയർ സെക്കൻഡറി അധ്യാപകന്റെ കാര്യത്തിലാണെങ്കിലും KSRTC ഡ്രൈവറുടെ കാര്യത്തിലാണെങ്കിലും അതൊന്നും മുഖ്യമന്ത്രിയുടെ വിഷയമല്ല എന്ന് തിരിച്ചറിയുക. ആളുകൾ അഭിപ്രായം പറയുന്നത് നിയമപരമാണെങ്കിലും നിയമവിരുദ്ധമാണെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ അതാത് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സമയം തികയാത്ത മുഖ്യമന്ത്രിയാണ് താനെന്ന് VD സതീശൻ എപ്പോഴും ഓർത്തിരിക്കണം. ഫയലുകൾ കൃത്യമായി നീങ്ങേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഫയലുകളാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തുക. അതിനിടയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള കടമകളും നീക്കങ്ങളും തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബാധിക്കാത്ത നിസ്സാര കാര്യങ്ങൾ അവഗണിക്കുക. KSRTC ഡ്രൈവറുടെ സസ്പെൻഷൻ ആണെങ്കിലും ഹയർ സെക്കൻഡറി അധ്യാപകന്റെ സസ്പെൻഷൻ ആണെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തേണ്ട കാര്യങ്ങളല്ല, മുഖ്യമന്ത്രി നിർദ്ദേശിക്കേണ്ട കാര്യങ്ങളല്ല. രാജ്യത്തുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ തീരുമാനമെടുക്കട്ടെ. അവർക്കതിൽ രാഷ്ട്രീയ നിലപാട് ആവശ്യമാണെങ്കിൽ അതാത് വകുപ്പിലെ മന്ത്രിമാർ തീരുമാനമെടുക്കട്ടെ. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയെ ചെലുത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാനും പത്രത്തിലൊക്കെ കണ്ടതേ ഉള്ളൂ, നിങ്ങൾ വകുപ്പ് മന്ത്രിയോട് ചോദിക്കൂ, അല്ലെങ്കിൽ വകുപ്പ് തലവനോട് ചോദിക്കൂ, എൻ്റെ വിഷയമേ അല്ല, സസ്പെൻഡ് ചെയ്താലും അല്ലെങ്കിലും അതിനെ ബാധിക്കില്ല എന്ന് പറയുന്നിടത്താണ് സതീശിന്റെ ജെന്റിൽമാനിസം വിജയിക്കുന്നത്. എന്ന് മാത്രമല്ല, ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കേസുകൾ വരും ദിവസങ്ങളിൽ ഗൗരവമുള്ള ഒരു വിഷയമായി മാറാൻ ഇടയുണ്ട്. ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും എന്തും പറയാവുന്ന അവസ്ഥയുണ്ട്. അതിൽ ക്രൈം ഇല്ലെങ്കിൽ, മാനനഷ്ടം മാത്രമേ ഉള്ളെങ്കിൽ, വ്യാജമാണെന്നുണ്ടെങ്കിൽ പോലീസോ സർക്കാരോ ഇടപെടാൻ പാടില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ ഏതു തരം വിമർശനമുണ്ടായാലും അത് സഹിക്കാനുള്ള സഹിഷ്ണുത ഉണ്ടാവണം. വ്യാജമാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. അത് മാനഹാനി ഉണ്ടാക്കിയെങ്കിൽ ആർക്കാണോ മാനഹാനി ഉണ്ടാക്കിയത് അവർ കേസിന് പോകണം. സർക്കാരിനാണെങ്കിൽ സർക്കാരിന് പോകാം, മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ആണെങ്കിൽ അവർക്ക് പോകാം. അത് വ്യക്തിപരമാവണം. അല്ലാതെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് പോലീസ് രാജ് വരുത്തുന്ന പിണറായി കാലത്തേക്ക് തിരിച്ചു പോകരുത്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആളുകൾ അഭിപ്രായം പറയട്ടെ. ഭരണഘടന നൽകുന്ന മൗലികാവകാശമാണ് മറ്റെല്ലാ നിയമങ്ങളെക്കാളും ചട്ടങ്ങളെക്കാളും മുമ്പിലെന്നും ആരും വിമർശനത്തിന് അതീതരല്ലെന്നും തിരിച്ചറിയുക. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വിമർശിക്കപ്പെട്ടെങ്കിൽ മുഖ്യമന്ത്രിയാവുന്ന VD സതീശൻ അതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ വിമർശിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞാൽ, ആ വിമർശനം തന്നെയല്ല തൻ്റെ പദവിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇല്ലാതാകുന്ന ഈഗോയേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി സതീശൻ മനസ്സിലാക്കുക.